നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടകാലം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന, പരിപൂർണമായും അള്ളാഹു വെറുക്കുന്ന മുഴുവൻ കർമ്മങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും മാറി നിൽക്കുന്ന സാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബാദത്തുകൾ ചെയ്യാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുമുള്ള സ്വബർ അള്ളാഹു നമുക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കിയ വലിയ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ലോകത്തിന് വിട പറയുമ്പോൾ കലിമ ചൊല്ലി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നസീബാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നമ്മുടെ മാതാപിതാക്കൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമുക്ക് പരിചയമുള്ളവർ, അള്ളാഹു തആല അവരുടെ ഖബറുകൾ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ തിന്മകൾ അള്ളാഹു തആല നന്മകളാക്കി മറിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവരായ നമ്മുടെ മാതാപിതാക്കൾ അള്ളാഹു തആല അവർക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ അസുഖങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും പരിപൂർണമായ ഇസ്സത്തും വിജയവും സമാധാനവും അള്ളാഹു നമുക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിനെക്കുറിച്ചായിരുന്നു. അതുപോലെ തന്നെ അള്ളാഹു നൽകിയ പരീക്ഷണങ്ങൾക്ക് ക്ഷമ കാണിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ വിഷയങ്ങളുണ്ടായിരുന്നത്. അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു നൽകിയത് മാത്രമല്ല അനുഗ്രഹങ്ങൾ, മറിച്ച് ചില സമയത്ത് നമ്മൾ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും അള്ളാഹു തടഞ്ഞു വെച്ചുകൊണ്ടും അള്ളാഹു നമ്മളോട് കരുണ കാണിക്കും. നമുക്ക് നൽകാതിരിക്കലും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹമാണ്. നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നാം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അതിനുവേണ്ടി നാം ദുആ ചെയ്യുന്നുണ്ടാകും, പ്രയത്നിക്കുന്നുണ്ടാകും, പരിശ്രമിക്കുന്നുണ്ടാകും. പക്ഷേ അള്ളാഹു ആ സമയമെത്തുമ്പോൾ നമ്മളെ അതിൽ നിന്നൊക്കെ തട്ടിമാറ്റും. അത് ലഭിക്കാതെ നമ്മളിൽ നിന്ന് പോകും. അങ്ങനെയുള്ള കാര്യങ്ങളും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നൽ അബ്ദ ലയഹുമ്മു ബിൽ അംരി മിനത് തിജാറതി വൽ ഇമാറ. ഒരു അടിമ, ചില ആളുകൾ ചില കാര്യങ്ങളിൽ അവർ പല തീരുമാനങ്ങൾ എടുക്കും. അത് അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളായിരിക്കും, അവരുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളായിരിക്കും, അവരുടെ വൈവാഹിക ജീവിതത്തിലുള്ള തീരുമാനങ്ങളായിരിക്കും. ആ തീരുമാനങ്ങൾ എടുത്തിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഹത്താ ഇദാ തയസ്സറ ലഹു, ആ മനുഷ്യൻ അവർ ആഗ്രഹിച്ച ആ തീരുമാനങ്ങളിലേക്ക് അടുക്കുമ്പോൾ, അത് എളുപ്പത്തിൽ കിട്ടാനെടുക്കുന്ന സമയത്ത് നളറല്ലാഹു ഇലൈഹി മിൻ ഫൗഖി സബ്ഇ സമാവാത്ത്, 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്നും അള്ളാഹു അവനിലേക്ക് നോക്കുന്നതാണ്. ഫയഖൂലു ലിൽ മലായിക, എന്നിട്ട് മലക്കുകളോട് പറയുന്നതാണ്, ഇസ്രിഫൂഹു അൻഹു, അവൻ ആഗ്രഹിച്ച, അവൻ കൊതിച്ച ആ കാര്യം, അത് സമ്പത്താകാം, വീടാകാം, മക്കളാകാം, എന്തുമാകാം, അതവന് നൽകണ്ട. ആ അനുഗ്രഹം തൽക്കാലം പിടിച്ചു വെക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ അവനത് കൊടുക്കേണ്ട, അല്ലെങ്കിൽ തീരെ തന്നെ അവനത് നൽകേണ്ടതില്ല. ഫഇന്നഹു യസ്സർതുഹു ലഹു, ഞാൻ ആ സൗഭാഗ്യം അവന് നൽകുകയാണെങ്കിൽ, അവൻ ആഗ്രഹിച്ച, അവൻ ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ സാധിച്ചു കൊടുക്കുകയാണെങ്കിൽ, അദ്ഖൽതുഹുന്നാർ, അതുവഴി അവൻ എന്നെ മതിമറക്കുകയും നരകത്തിലേക്ക് പോകാൻ കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് എന്നെ മറക്കുന്ന തരത്തിലുള്ള അനുഗ്രഹങ്ങളൊന്നും നിങ്ങൾ അവർക്ക് നൽകണ്ട എന്നുള്ള തരത്തിൽ പടച്ചവൻ തീരുമാനിക്കുന്നതാണ്. അപ്പം ലഭിക്കാതിരിക്കുന്നതും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ അനുഗ്രഹമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അത് ഏറ്റവും വലിയ അച്ചീവ്മെൻ്റാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഉദാഹരണമായിട്ട്, ഒരാൾ ഒരു ജോലി കിട്ടാൻ വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുകയാണ്.
ഒരുപാട് ഇൻ്റർവ്യൂവിന് വേണ്ടി പങ്കെടുത്തു, ഉറക്കമൊഴിച്ച് പഠിച്ചു. അങ്ങനെ ഒരുപാട് അവൻ പരിശ്രമിച്ചു, ത്യാഗം ചെയ്തു. അങ്ങനെ ഇൻ്റർവ്യൂ നടക്കുന്ന ആ ദിവസത്തിൽ അതിന് പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവന് ഉദ്ദേശിച്ച ഫ്ലൈറ്റോ ട്രെയിനോ മിസ്സാവുകയാണ്. അത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ, വാഹനം കിട്ടാത്തതിൻ്റെ പേരിൽ അന്നത്തെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരാണ്. വല്ലാതെ വേദനിക്കും, വല്ലാതെ വിഷമിക്കും. ഒരുപാട് നാളുകൾക്ക് ശേഷം ലഭിച്ച അവസരമാണ്, ഒരുപാട് ത്യാഗങ്ങൾക്ക് ശേഷം ലഭിച്ച അവസരമാണ്. അത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നാലോചിച്ചുകൊണ്ട് വിഷമിക്കുന്ന സമയത്തായിരിക്കും അവന് വാർത്ത ലഭിക്കുന്നത് അവൻ ബുക്ക് ചെയ്ത, അല്ലെങ്കിൽ അവൻ പോകാൻ തീരുമാനിച്ച ആ വാഹനം അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഒക്കെ നമുക്കിങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. ഒരു സഹോദരൻ അദ്ദേഹത്തിന് അനുഭവം പറയുകയുണ്ടായി. മംഗലാപുരത്ത് നിന്ന് പുറപ്പെടേണ്ട ഫ്ലൈറ്റ്, അതിൽ നിന്നും കയറാൻ തീരുമാനിക്കുകയും ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തിട്ട് എന്തോ ഒരു കാരണത്താൽ പോകാൻ പറ്റിയില്ല. പിന്നീട് ആ ട്രെയിൻ കാണാതായ വാർത്തയാണ് പിന്നീട് ലഭിക്കുന്നത്. അതേ സഹോദരൻ തന്നെ മറ്റൊരു ഫ്ലൈറ്റ്, മംഗലാപുരത്തേക്ക് തിരിച്ചു വരാനുള്ള ഫ്ലൈറ്റ്, അത് പോകാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. എന്തോ കാരണത്താൽ നഷ്ടപ്പെട്ടു. ആ ഫ്ലൈറ്റാണ് പിന്നീട് വലിയൊരു അപകടത്തിൽപ്പെട്ട് ഒരുപാട് ആളുകൾ മരിക്കാൻ കാരണമായത്. നമ്മുടെ ജീവിതത്തിലെ പല ആഗ്രഹങ്ങളും ഒരുപക്ഷെ പടച്ചവൻ നമുക്ക് തടഞ്ഞു വെക്കുന്നത്, നഷ്ടപ്പെടുത്തി കളയുന്നത്, അത് അള്ളാഹു നമ്മളോട് കാണിക്കുന്ന കാരുണ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അബു ഹാസിം റഹിമഹുല്ല പറയുന്നുണ്ട്, താബിഈങ്ങളിൽപ്പെട്ട പ്രഗൽഭനായ പണ്ഡിതനാണ് അബു ഹാസിം സലമ ഇബ്നാർ റഹിമഹുല്ല. നിഅമത്തുല്ലാഹി ഫീമാ സവ അന്നി മിനദ്ദുനിയ, ദുനിയാവിൽ നിന്നും എനിക്ക് ലഭിക്കാതെ പോയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ഒരുപാട് നിഅമത്തുകളുണ്ട്. അഅളമു മിൻ നിഅമതിഹി അലയ്യ ഫീമാ അഅതാനി മിൻഹാ, അല്ലാഹു എനിക്ക് തന്ന അനുഗ്രഹങ്ങളെക്കാൾ വലുതാണ് എനിക്ക് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ലഭിക്കാതെ പോയ പല നിഅമത്തുകളും. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നി റഅയ്തുഹു, ഇന്ന് ഞാൻ എനിക്ക് ലഭിക്കാതെ പോയ അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ പലർക്കും ലഭിച്ചതായി ഞാൻ കാണുന്നുണ്ട്. അഅതാഹ ഖൗമൻ ഫഹലകു, ആ അനുഗ്രഹങ്ങൾക്ക് അവർ ലഭിച്ചപ്പോൾ അവർ അതുകൊണ്ട് നശിച്ചുപോയി, ദീൻ നഷ്ടപ്പെടുത്തിയവരായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് മഹാനവറുകൾ പറയുന്നതായിട്ട് ഇബ്നു അബി ദുനിയയുടെ കിതാബ് സുഹുദിൽ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിലും ഏകദേശം ഈ ആശയത്തിൽ അല്ലാഹു തആല സൂറത്തു ശൂറയിൽ 27-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ അടിമയും അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ, എല്ലാവരും ആഗ്രഹിക്കും എനിക്ക് ഇന്നത് ലഭിക്കണം, എനിക്ക് ഇന്നതുണ്ടാകണം, പവർ ലഭിക്കണം, സമ്പത്ത് ലഭിക്കണം, നല്ല വീടുണ്ടാകണം, കാറുണ്ടാകണം, പലരും പലതും ആഗ്രഹിക്കും. പക്ഷെ അതൊക്കെ അല്ലാഹു തആല നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ലബഗൗ ഫിൽ അർള്, ഒരു പക്ഷേ അത് നൽകപ്പെട്ടതിൻ്റെ പേരിൽ അവൻ ഭൂമിയിൽ മതിമറന്ന് അക്രമം ചെയ്തു പോകും. വലാകിൻ യുനസ്സിലു ബിഖദരി മാ യശാ, അഥവാ അങ്ങനെ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് മതിമറന്നു പോകുന്നുണ്ട്. ചില അക്രമകാരികളായ ഭരണാധികാരികളെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് അവരെ ശിക്ഷിക്കുന്നില്ല? മത്താ നസ്റുല്ലാ, പ്രവാചകന്മാർ പോലും ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് ഞങ്ങൾക്ക് സഹായം വരാം? ആ തരത്തിൽ നിഅമത്തുകളുടെ വാതിലുകൾ അക്രമകാരികളായ ഭരണാധികാരികളുടെ മുന്നിൽ ഇങ്ങനെ തുറന്നു കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ തെറ്റിദ്ധരിക്കും, അള്ളാഹു അവർക്ക് ഇങ്ങനെ നിഅമത്ത് കൊടുക്കുകയാണ്. ഈ പാവപ്പെട്ട അടിമ സാധാരണക്കാരായ ആളുകൾ അവർ നിരുപാധികം കൊല ചെയ്യപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു, അവരെ വളരെ ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവരെ പീഡിപ്പിക്കപ്പെടുന്നു. എന്താണ് ഇങ്ങനെയെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ഉത്തരം ഈ ദുനിയാവ് പരീക്ഷണത്തിൻ്റെ ലോകമാണ് എന്നുള്ളതാണ്. അല്ലാഹു തആല അവർക്ക് നൽകുന്ന അനുഗ്രഹം, അത് പവറാകട്ടെ, ഖനികളാകട്ടെ, സ്വർണമാകട്ടെ, അധികാരമാകട്ടെ, സമ്പത്താകട്ടെ, എന്തുമാകട്ടെ, അതൊക്കെ അല്ലാഹു തആല, അതിനുപരി അല്ലാഹു തആല അവർക്ക് നൽകുന്ന ആഫിയത്ത്, ആരോഗ്യം, ആയുസ്, ഇതൊക്കെ
അല്ലാഹു തആല നീട്ടിയിട്ട് കൊടുക്കുന്നത് അവരെ ശിക്ഷിക്കാൻ വേണ്ടിയാണെന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. അവര് ആഗ്രഹിക്കുന്നതൊക്കെ അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്നത്, അധികാരം പവറൊക്കെ കൊടുക്കുന്നത് അല്ലാഹു തആല ശിക്ഷിക്കുകയാണ്. അതവർ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. വലിയ കഠിനമായ ശിക്ഷയിലേക്കാണ് അവർ അതിലൂടെ കൊണ്ടെത്തിച്ചേരുന്നത്. എന്നാൽ ലഭിക്കാതെ പോകുന്ന പലതും, അത് ഒരു രാജ്യം സ്വന്തമായിട്ട് സ്വപ്നം കാണുന്ന പല ജനങ്ങളും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കൊതിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. സമാധാനത്തോടുകൂടി, അക്രമമില്ലാതെ, നിർഭയത്വത്തോടുകൂടി ഒരു ദിവസമെങ്കിലും ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സമുദായം നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അതിനേക്കാളൊക്കെ ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ അനുഭവിക്കുന്ന നമ്മളും ആ കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അല്ലാഹു തആല നമുക്ക് തരുന്നില്ല എന്ന് ചോദിച്ചാൽ, അല്ലാഹു കാണിക്കുന്ന അനുഗ്രഹമാണ്, കാരുണ്യമാണ് എന്ന് നമ്മൾ ആദ്യം അത് തിരിച്ചറിയണം. ഒരു പക്ഷെ നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവിനെ ഓർക്കുന്നതിന് പകരം, അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് പകരം ലബഗൗ ഫിൽ അർള്, ഭൂമിയിൽ അക്രമം കാണിച്ച് ജീവിച്ചേനെ. വലാകിൻ യുനസ്സിലു ബിഖദരി മാ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉദ്ദേശിക്കുന്ന അളവിൽ ആ റിസ്ഖിനെ അള്ളാഹു തആല കൊടുത്തുകൊണ്ടിരിക്കും. കാരണം ഇന്നഹു ബിഇബാദിഹി ഖബീറുൻ ബസീർ, തീർച്ചയായും അള്ളാഹു ആണ് തൻ്റെ അടിമകളെ കുറിച്ച് എന്താണ് അവർക്ക് ആവശ്യമായത്, അവർക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്ന് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ അള്ളാഹു ആണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. തഫ്സീർ ഇബ്നു കസീറിൽ ഈ ആയത്തിന്റെ വിശദീകരണമായി ഖതാദ റഹിമഹുല്ലാ പറയുന്നതായിട്ട് കാണാം, ഖൈറുൽ ഐശി മാ ലാ യുൽഹീക വലാ യുത്ഗീക, നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന റിസ്കുകളിൽ വെച്ച് ഏറ്റവും നല്ല റിസ്ക് അത് നമ്മളെ നമസ്കാരത്തിൽ നിന്ന്, സൽസ്വഭാവത്തിൽ നിന്ന്, ഹക്കിൽ നിന്ന്, നീതിയിൽ നിന്ന് നമ്മളെ അശ്രദ്ധനാക്കാത്ത റിസ്കുകളാണ്. അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൽ നിന്നും അനുസരിക്കുന്നതിൽ നിന്നും നമ്മളെ വിസ്മൃതിയിലാക്കാത്ത, അശ്രദ്ധയിലാക്കാത്ത അനുഗ്രഹങ്ങളായിരിക്കണം. വലാ യുത്ഗീക്, അതുപോലെ തന്നെ സമ്പത്ത്, പവർ, അധികാരം, ഇതൊക്കെ കാരണം അഹങ്കാരിയാകാൻ സാധിക്കും, ധിക്കാരിയാകാൻ സാധിക്കും, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ സാധിക്കും. അപ്പോ അങ്ങനെയുള്ള നിഅമത്തുകൾ, നമ്മളെ അക്രമകാരികളാക്കുന്ന, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള നമ്മുടെ സ്വഭാവം മാറ്റിമറിക്കുന്ന നിഅമത്തുകൾ, അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ അത് ലഭിക്കാതിരിക്കലാണ്. അങ്ങനെയുള്ള അനുഗ്രഹങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന നമ്മൾ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുന്ന പലതും അത് കിട്ടാതിരിക്കലാണ് ഏറ്റവും ഖൈറെന്ന് ഖതാദ റഹിമഹുല്ലാ പറയാണ്. ശേഷം ഖതാദ റളിയല്ലാഹു തആല ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. അഖ്വഫു മാ അഖാഫു അലൈക്കും, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ നിങ്ങളിൽ പേടിക്കുന്ന ഏറ്റവും വലിയ കാര്യം നിങ്ങൾക്ക് ലഭിക്കാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസ്കുകൾ നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നതെന്നല്ല, മറിച്ച് മാ യുഖ്രിജുല്ലാഹു ലക്കും മിൻ സഹറത്തി ദുനിയ, അല്ലാഹു തആല നിങ്ങൾക്ക് ദുനിയാവിന്റെ റിസ്കിന്റെ കവാടങ്ങൾ ഇങ്ങനെ മലർക്കെ തുറന്നു തരുന്നതിനെയാണ് ഞാൻ പേടിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, വമാ സഹറത്തു ദുനിയ, ദുനിയാവിന്റെ ആ പളപളപ്പ്, ആഡംബരം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലാഹുവിന്റെ റസൂലേ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഭൂമിയിലുള്ള റിസ്കുകളാണ്, ബർക്കത്തുകളാണ്. അത് മനുഷ്യൻ ആഗ്രഹിക്കുന്നതാണ്, സ്വാഭാവികമാണ്. പക്ഷേ അതിലൂടെ അവൻ അള്ളാഹുവിനെ മറക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. അപ്പോൾ സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് വഹൽ യഅതി അൽ ഖൈറു ബിശ്ശർ, അതൊക്കെ ഖൈറുകളല്ലേ, സമ്പത്താണെങ്കിലും പവറാണെങ്കിലും ആരോഗ്യമാണെങ്കിലും ഒക്കെ അതൊക്കെ ഖൈറുകളല്ലേ, അത് നമുക്ക് എങ്ങനെയാണ് ഷർറ് കൊണ്ടുവരിക, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് മുസീബത്തുകളെ കൊണ്ടുവരിക? നബി തങ്ങൾ പറഞ്ഞു, ലാ യഅതിൽ ഖൈറു ഇല്ലാ ബിൽ ഖൈർ, അള്ളാഹു നമുക്ക് തീരുമാനിച്ചിരിക്കുന്ന റിസ്കുകൾ അതെന്തുമാകട്ടെ അത് ഖൈറ് തന്നെയാണ്. നമുക്കത് ഖൈറാണെങ്കിൽ അത് ഖൈറേ കൊണ്ടുവരികയുള്ളൂ. നേരെ മറിച്ച് നമുക്ക് തന്ന ആഫിയത്ത് കൊണ്ട്, ആരോഗ്യം കൊണ്ട് നമ്മൾ തിന്മ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, നമുക്ക് തന്ന സമ്പത്ത് കൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ ചെലവഴിക്കാൻ തീരുമാനിച്ചു, നമുക്ക് തന്ന പവർ കൊണ്ട് വളരെ അക്രമവും ദുൽമും കാണിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഖൈറല്ല,
മുസീബത്താണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് വലാകിൻ യുനസ്സിലു ബിഖദരി മാ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന അളവിലാണ് നമ്മുടെ ജീവിതത്തിലും അള്ളാഹു ഓരോ അനുഗ്രഹങ്ങളെയും അള്ളാഹു നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഹദീസും കൂടി ഇബ്നു കസീർ റഹിമഹുല്ലാഹ് കൊണ്ടുവരുന്നുണ്ട്. ഇന്ന മിൻ ഇബാദി ലമൻ ലാ യുസ്ലിഹു ഇല്ലൽ ഗിന, എൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം അടിമകളുണ്ട്, അവർ നന്നാകുന്നത് സമ്പത്ത് കൊണ്ടാണ്, അവർ ജീവിതത്തിൽ നന്ദിയുള്ളവരാകുന്നത് അനുസരിക്കുന്നത് ഗിന കൊണ്ടാണ്. അള്ളാഹു അവർക്ക് അനുഗ്രഹം നൽകുമ്പോഴാണ്, ആഫിയത്ത് നൽകുമ്പോഴാണ്, അള്ളാഹു അവർക്ക് പവർ നൽകുമ്പോൾ, അഥവാ അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ ആ അനുഗ്രഹങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ, അതാണ് എൻ്റെ അടിമകളിൽ ഒരു വിഭാഗം ആളുകൾ. വലൗ അഫ്ഖർതുഹു ലഅഫ്സത അലൈഹി ദീനഹു, അഥവാ അവരെ ഞാൻ പാവപ്പെട്ടവരാക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവർ ദീന് തന്നെ വിട്ടുപോവാൻ കാരണക്കാരാകുമെന്ന് നബി തങ്ങൾ പറയാണ്. വഇന്ന മിൻ ഇബാദി ലമൻ ലാ യുസ്ലിഹു ഇല്ലൽ ഫഖർ, ചില ആളുകൾക്ക് അല്ലാഹു തആല സമ്പത്ത് കൊടുക്കൂല, ദാരിദ്ര്യമായിരിക്കും, കഷ്ടപ്പാടുകളായിരിക്കും, രോഗങ്ങളായിരിക്കും, പക്ഷെ അവരുടെ തർബിയത്തിന് അതാണ് ഏറ്റവും നല്ലത്. വലൗ അഗ്നൈതുഹു, ഞാൻ അവർക്ക് ധന്യതയും സമ്പത്ത് നൽകുകയാണെങ്കിൽ ലഅഫ്സദത് അലൈഹി ദീനുഹു ലഅഫ്സദ്തു അലൈഹി ദീനുഹു, തീർച്ചയായും അവന്റെ ദീനിൽ വലിയ അപകടം സംഭവിക്കും, അവൻ നരകത്തിലേക്ക് പോകാൻ കാരണമായി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ അംബിയായിലെ 35-ാമത്തെ വചനം, വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈർ, ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും എന്താണെങ്കിലും അതൊക്കെ പരീക്ഷണമായിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ഒരാൾക്ക് അല്ലാഹു തആല മക്കളെ കൊടുത്തു, അനുഗ്രഹമാണ്, സന്തോഷിക്കും, മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ സന്തോഷമായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ അത് മരണം വരെ കരയാനുള്ള കാരണമായിരിക്കും. അള്ളാഹു നമ്മളെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു തആല ചില ആളുകൾക്ക് മക്കളെ നൽകും, ആ മക്കൾ ഒരു പക്ഷേ മരണം വരെ സന്തോഷിക്കാൻ, മരണത്തിന് ശേഷവും സന്തോഷിക്കാനുള്ള കാരണമാകും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഖൈറാണെങ്കിലും അത് ഖൈറാണോ പിന്നെ ഷർറാണോ എന്ന് അറിയുന്നത്, ഏറ്റവും കൂടുതൽ അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതുകൊണ്ട് എന്താണ് മാനദണ്ഡം എന്ന് ചോദിച്ചാൽ, അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകുന്നതിന് അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. നമുക്ക് എന്താണോ ഖൈർ അത് പടച്ചവൻ നമുക്ക് ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കുകയാണ്. വല്ലാഹു യഅലം വ അൻതും ലാ തഅലമൂൻ, അള്ളാഹുവിനറിയാം എന്തുകൊണ്ട് എനിക്ക് മാത്രം അസുഖം, എന്തുകൊണ്ട് എനിക്ക് മാത്രം പട്ടിണി, എന്തുകൊണ്ട് എൻ്റെ രാജ്യം മാത്രം ഇങ്ങനെ. വല്ലാഹു യഅലം വ അൻതും ലാ തഅലമൂൻ, അള്ളാഹുവിന് മാത്രമേ അതിൻ്റെ രഹസ്യം അറിയുള്ളൂ, നിങ്ങൾക്ക് അതിൻ്റെ രഹസ്യം അറിയുകയില്ല. ലാ തഹ്സബൂഹു ശർറൻ ലക്കും, നിങ്ങൾ ഒരിക്കലും അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഷർറാണെന്ന് വിചാരിക്കരുത്, അതൊരു മുസീബത്തായിട്ട് നിങ്ങൾ കരുതരുത്. ബൽ ഹുവ ഖൈറുൻ, മറിച്ചത് എന്താകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾ അതൊരു പക്ഷെ നിങ്ങൾക്ക് ഖൈറായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ മറുഭാഗമുണ്ട്, നമുക്ക് അനുഗ്രഹങ്ങളാണെന്ന് നമ്മൾ ആസ്വദിക്കുന്ന പലതും അത് ഖൈറാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട, ഒരു പക്ഷേ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി തരുന്നതും നമ്മൾക്ക് അല്ലാഹു തആല ഫിത്നയായിട്ട് തരുന്നതുമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയും. മക്കളെ കുറിച്ച് പറയുമ്പോൾ, സമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ഫിത്ന ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, സമ്പത്ത് പിന്നെ ഫളലാണെന്നും മഹത്വമുള്ളതാണെന്നും ഖൈറാണെന്നൊക്കെ ഖുർആൻ പറയുമ്പോൾ തന്നെ ആ സമ്പത്തിനെ കുറിച്ച് ഫിത്നയെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മക്കളും കൺകുളിർമയാണെന്നും അനുഗ്രഹമാണെന്നും പറയുമ്പോഴും ആ മക്കളും പരീക്ഷണമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മുസീബത്താണോ അതല്ല സന്തോഷം നൽകുന്ന കാര്യമാണോ എന്ന് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. സൂറത്തു ശൂറയിലെ 49-50 വചനങ്ങളിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർള്, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവനായ അല്ലാഹുവിന്റെ അടുക്കലാണ് ഈ ആകാശങ്ങളുടെയും ഭൂമിയുടെയും പരിപൂർണമായ അധികാരമുള്ളത്. യഖ്ലുഖു മാ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നതിന് അല്ലാഹു തആല സൃഷ്ടിക്കും. യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ ദുകൂർ, ചില വാപ്പമാർക്ക് ചില മാതാപിതാക്കൾക്ക് അല്ലാഹു തആല
പെൺമക്കളെ മാത്രം നൽകും. ചിലർക്ക് അല്ലാഹു തആല ആൺമക്കളെ നൽകും. നമ്മൾ വിചാരിക്കും എനിക്ക് 4 പെൺമക്കള്, അവന് 4 ആൺമക്കള്. അല്ലാഹു തആല 2 ആൺമക്കൾ 2 പെൺമക്കൾ എനിക്കും, അതുപോലെ തന്നെ എൻ്റെ ബ്രദറിന് 2 പെൺമക്കൾ ആൺമക്കളും കൊടുത്തൂടെ എന്ന് ചിന്തിക്കും. അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ഒരു ഉമ്മ പെറ്റ മക്കൾക്ക് അവരുടെ മക്കൾക്ക് വ്യത്യസ്തമായ മക്കളാണ്. ഒരാൾക്ക് പെൺമക്കൾ മാത്രം നൽകുന്നു, വേറൊരാൾക്ക് അല്ലാഹു തആല ആൺമക്കളെ നൽകുന്നു, വേറൊരാൾക്ക് അല്ലാഹു തആല മക്കളെ തന്നെ കൊടുക്കുന്നില്ല. ഔ യുസവ്വിജുഹും ദുക്റാന വ ഇനാസ വയജഅലു മൻ യശാഉ അഖീമ. ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനിപ്പിക്കാത്ത തരത്തിൽ അല്ലാഹു തആല സൃഷ്ടിക്കും. ചില ആളുകളെ അവർക്ക് മക്കളുണ്ടാവുകയില്ല. ഇന്നഹു അലീമുൻ ഖദീർ. തീർച്ചയായും അല്ലാഹു ആണ് എല്ലാം അറിയുന്നവനും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനും കണക്കാക്കുന്നവനും അല്ലാഹുവാണ്. അതിന് ഉദാഹരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആനിൽ പല പ്രവാചകന്മാരുടെ ചരിത്രം പറയുമ്പോൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 പ്രവാചകന്മാരാണ് ചോദിച്ചതൊക്കെ അല്ലാഹു തആല കൊടുത്ത സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സംഭവം പറഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് ഈ ലോകത്ത് എല്ലാ തരത്തിലും അസുഖങ്ങൾ കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട്, അതുപോലെയുള്ള പല പരീക്ഷണങ്ങൾ കൊണ്ട് പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അല്ലാഹു തആല കൊണ്ടുവരുന്നത്. സൂറ സ്വാദിലെ 35 മുതൽ തുടങ്ങുന്ന ആയത്ത്, സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യണം, അല്ലാഹു എനിക്ക് നീ പുറത്തു തരണേ. വഹബ് ലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി. എനിക്ക് ശേഷം വരുന്ന ഒരു രാജാവിനും നൽകാത്ത തരത്തിലുള്ള അനുഗ്രഹം പടച്ചവൻ എനിക്ക് തരണേ. ഒരാൾക്കും അതുപോലൊരു അനുഗ്രഹം എനിക്ക് ശേഷം ഇനി നീ നൽകാൻ പാടില്ല. വല്ലാത്തൊരു ചോദ്യമാണ്. ഒരാൾക്കും നീ എനിക്ക് തരാൻ പോകുന്ന അനുഗ്രഹം കൊടുക്കാൻ പാടില്ല. അങ്ങനത്തെ അധികാരം, പവർ എനിക്ക് നൽകണം. ഇന്നക അൻതൽ വഹാബ്. നീ അതിന് കഴിവുള്ളവനാണ്, നീ നൽകുന്നവനാണ് എന്ന് പറഞ്ഞിട്ടാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നത്. ആ ദുആ അല്ലാഹ് സ്വീകരിച്ചു. കാരണം അല്ലാഹ്ക്കറിയാം സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കൊടുത്താൽ ഒരിക്കലും സുലൈമാൻ നബി അലൈഹിസ്സലാം വഴിതെറ്റുന്ന മാർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അല്ലാഹു തആല തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞു, ഫസഖർനാ ലഹു അർരീഹ്. അല്ലാഹു തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. തജ്രീ ബി അംരിഹി റുഖാഅൻ ഹൈസു അസാബ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വളരെ മയമായ രീതിയിൽ യാത്ര ചെയ്യാൻ, സുന്ദരമായ രീതിയിൽ, ക്ഷീണമറിയാത്ത രീതിയിൽ, റുഖാഅൻ ക്ഷീണമറിയാത്ത രീതിയിൽ ആ കാറ്റ് സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കുമായിരുന്നു. ഈ അനുഗ്രഹം അതിനുശേഷം അള്ളാഹ് ആർക്കും കൊടുത്തിട്ടില്ല. വീണ്ടും അല്ലാഹു തആല കൊടുത്തു വശയാതീന, ജിന്നുകളെ. ജിന്നുകളിൽ നിന്നും നല്ലവരായ ആളുകളെയും ചീത്തവരായ ആളുകളെയും അല്ലാഹു തആല കീഴ്പ്പെടുത്തി കൊടുത്തു. അതിൽപ്പെട്ടവരാണ് കുല്ല ബന്നാഇൻ വഗവ്വാസ്. പെട്ടെന്ന് ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങൾ പണിയുന്ന ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു. അതുപോലെ തന്നെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിച്ചെന്ന് അവിടെയുള്ള മുത്തുകളും പവിഴങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളുമൊക്കെ പറക്കിയെടുത്തു കൊണ്ടുവരുന്ന മലക്കുകളെയും അല്ലാഹു സുബ്ഹാനഹു തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കീഴ്പ്പെടുത്തിയ കാര്യം ഖുർആൻ എടുത്ത് പറയാണ്. ഇത് അതിനുശേഷം വന്ന ഒരു രാജാക്കന്മാർക്കും അല്ലാഹു തആല കൊടുത്തിട്ടില്ല. വആഖരീന മുഖറനീന ഫിൽ അസ്ഫാദ്. അതുപോലെ തന്നെ ധിക്കാരികളായ, അല്ലാഹുവിനെ അനുസരണക്കേട് കാണിക്കുന്ന ജിന്നുകളെയും ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ട രീതിയിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കീഴ്പ്പെടുത്തി കൊടുത്തു. പക്ഷികളുടെ സംസാരം സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അറിയാമായിരുന്നു. ഉറുമ്പുകൾ സംസാരിക്കുന്നത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അറിയാമായിരുന്നു. ഇതൊക്കെ അല്ലാഹു തആല അനുഗ്രഹമായിട്ട് അധികാരത്തിലിരിക്കുന്ന സമയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാം ഇത് ചോദിക്കുന്നത് ഒരു അധികാരിയാകാൻ അല്ല, തൻ്റെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാനല്ല, അള്ളാഹുവിൻ്റെ നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷികളും ജിന്നുകളും ഒക്കെ ഉള്ള വലിയൊരു സൈന്യമായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നത്. ഹാദാ അതാഉനാ. ഇത് നാം സുലൈമാൻ നബി അലൈഹിസ്സലാമിന് നൽകിയ അനുഗ്രഹമാണ്. എന്നിട്ട് അല്ലാഹു തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഫംനുൻ ഔ അംസിക് ബിഗൈരി ഹിസാബ്. നീ കണക്കില്ലാതെ ഞാൻ നിനക്ക് തന്ന അനുഗ്രഹങ്ങൾ ഒന്നില്ലെങ്കിൽ നീ ചെലവഴിക്കുകയോ നീ അത് ഉപയോഗിക്കുകയോ ചെയ്തു കൊള്ളുക. വഇന്ന ലഹു ഇൻദനാ ലസുൽഫ വഹുസ്ന മആബ്. ഇത്ര വലിയ അനുഗ്രഹങ്ങൾ നൽകിയിട്ടും താങ്കൾക്ക് എൻ്റെ അടുക്കൽ വലിയൊരു സ്ഥാനമുണ്ട്, നല്ലൊരു മടക്കമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്. ആ സുലൈമാൻ നബി അലൈഹിസ്സലാം
പിന്നീട് ആ അനുഗ്രഹങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ രക്ഷിതാവിന്റെ ഔദാര്യമാണ്, അനുഗ്രഹമാണ്. ലിയബ്ലുവനി അഅശ്കുർ അം അക്ഫുർ, അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണ്. അള്ളാഹു തന്ന ഈ വലിയ വലിയ അനുഗ്രഹങ്ങൾ, എനിക്ക് ശേഷം ഒരു രാജാവിനും ഒരു മനുഷ്യനും കൊടുക്കാത്ത അനുഗ്രഹങ്ങൾ ഞാൻ ചോദിച്ചപ്പോൾ അള്ളാഹു എനിക്ക് തന്നു. ഞാൻ ചോദിച്ചതാണ്, അള്ളാഹു എനിക്ക് തന്നു. എന്തിനാണ് തന്നത്? അഅശ്കുർ അം അക്ഫുർ, ഈ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദികേട് കാണിക്കുമോ? വമൻ ശക്കറ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി, ആരെങ്കിലും ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അവൻ സ്വന്തത്തിനാണ് നന്ദി കാണിക്കുന്നത്. വമൻ കഫർ, ആരെങ്കിലും നന്ദികേട് കാണിച്ചാലോ, നിങ്ങളുടെ അനുസരണക്കേട്, നിങ്ങളുടെ ധിക്കാർ, ഇതൊന്നും അള്ളാഹുവിനെ ബാധിക്കുന്ന കാര്യമല്ല. ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം, അള്ളാഹു സുബ്ഹാനഹു വ തആല മാന്യനാണ്, എല്ലാത്തിൽ നിന്നും നിരാശ്രയമായവനാണ്. ഇത് കഴിഞ്ഞിട്ട് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയാണ്. വദ്കുർ അബ്ദന അയ്യൂബ്, തൊട്ടടുത്ത ആയത്തിൽ നിങ്ങൾ എൻ്റെ അടിമയായ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ നിങ്ങൾ ഓർക്കണം. ഇദ്നാദാ റബ്ബഹു അന്നി മസ്സനിയ ശൈത്താനു ബിനുസ് അദാബ്, എനിക്ക് വല്ലാത്ത രോഗവും ക്ഷീണവും ഒക്കെ എന്നെ പിടിപെട്ടിട്ടുണ്ട്. 13 കൊല്ലം അല്ലാഹു തആല അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ പരീക്ഷിച്ചു. അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ അദ്ദേഹത്തിൽ നിന്നും അകന്നുപോയി, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ അദ്ദേഹത്തിൽ നിന്നും അകന്നുപോയി. അദ്ദേഹത്തിന്റെ അടുക്കൽ വരാൻ പറ്റാത്ത രീതിയിലുള്ള അസുഖം അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കൊടുത്തു. ആളുകളും ബന്ധുക്കളും ഒക്കെ അകന്നുപോയി. 2 സുഹൃത്തുക്കളാണ് അദ്ദേഹത്തിന് ബാക്കിയുണ്ടായിരുന്നത്. അതിൽ അവർ വന്ന് ചികിത്സിച്ചുകൊണ്ടേയിരിക്കും. ഒരു ദിവസം ഈ അസുഖങ്ങളൊന്നും മാറാതെ കണ്ടപ്പോ അതിലൊരാൾ മറ്റൊരാളോട് പറയുകയുണ്ടായി, ഏതെങ്കിലുമൊക്കെ ഒരു മഹാപാപം അയ്യൂബ് അലൈഹിസ്സലാം ചെയ്തിട്ടുണ്ടാകും, അതിന്റെ ശിക്ഷയായിട്ടായിരിക്കും അള്ളാഹു ഇത് കൊടുത്തെന്ന് പറഞ്ഞത്. ആര് കേൾക്കുകയാണ്? അയ്യൂബ് അലൈഹിസ്സലാം കേൾക്കുകയാണ്. ആ സന്ദർഭത്തിൽ അയ്യൂബ് നബി അലൈഹിസ്സലാം താങ്ങാൻ കഴിയാത്ത വേദന ഉണ്ടാവുകയും ആ സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. വഅയ്യൂബ് ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയൽ-ളുർ വഅൻത അർഹമുർ റഹീമീൻ, അള്ളാഹുവേ നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണയുള്ളവനാണ്, എനിക്കിതാ ഒരിക്കലും മാറാൻ പറ്റാത്ത, ചികിത്സിച്ചാൽ ഭേദമാകാത്ത അസുഖം വന്നിരിക്കുകയാണ്. ഇത്ര മാത്രമേ അയ്യൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഉർകുൽ ബിരിജ്ലിക്, കുളിക്കാൻ വേണ്ടി പോയപ്പോ കാലുകൊണ്ട് മണ്ണിൽ ചവിട്ടാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് അവിടെ നിന്നും ഹാദാ മുഗ്തസലും ബാരിദും വശറാബ്, നല്ല തണുത്ത കുളിക്കാൻ പറ്റുന്ന വെള്ളവും കുടിക്കാൻ പറ്റുന്ന വെള്ളവും അല്ലാഹു തആല കൊടുക്കുകയാണ്. അദ്ദേഹം കുടിക്കുകയും കുളിക്കുകയും ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഭാര്യ ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാം പറയാണ്, ഞാൻ നിന്റെ ഭർത്താവാണ്. അഥവാ അദ്ദേഹത്തിന്റെ ചർമ്മം, തൊലി വികൃതം, അദ്ദേഹത്തെ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ മാറിയിരുന്നു. അസുഖം മാറിയപ്പോൾ ഭാര്യയ്ക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം മാറി എന്നുള്ളതാണ്. അതിനുശേഷം അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നാ വജദ്നാഹു സ്വാബിറാ, അല്ലാഹു തആല അസുഖം കൊണ്ട് പരീക്ഷിച്ചു, പട്ടിണി കൊണ്ട് പരീക്ഷിച്ചു. പക്ഷെ അതിലൊക്കെ അയ്യൂബ് നബി അലൈഹി സ്വലാം ക്ഷമിക്കാൻ തയ്യാറായി. ഇത് അല്ലാഹു തആല എനിക്ക് തന്ന പരീക്ഷണങ്ങളാണ്, അതിലെന്തെങ്കിലും ഖൈറുകൾ ഉണ്ടാകും, ക്ഷമിച്ചു. അല്ലാഹു തആല അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, ഇന്നാ വജദ്നാഹു സ്വാബിറാ, അദ്ദേഹത്തെ ക്ഷമിക്കുന്നവനായിട്ട് നാം എത്തിച്ചിരിക്കുന്നു. അല്ലാഹു തആല ആ ക്ഷമിച്ചപ്പോഴോ അല്ലാഹു തആല 2 വലിയ കളങ്ങൾ അല്ലാഹു തആല കൊടുത്തു. ഒന്ന് വെള്ളിയുടെ, മറ്റൊന്ന് സ്വർണത്തിന്റെ എന്ന് പറഞ്ഞ സമ്പത്ത് പിന്നീട് അല്ലാഹു തആല വാരിക്കോരി കൊടുത്തു എന്നാണ് ക്ഷമിച്ചതിന്റെ പേരിൽ. മറ്റൊരു പ്രവാചകനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ആ തുടക്കം മുതൽ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ ആദ്യം കുട്ടിയായിരുന്ന സമയത്ത് വാപ്പയോട് പറയുന്നുണ്ട്, ഉപ്പ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം കണ്ടു. 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ, 11 നക്ഷത്രങ്ങളും ഒരു സൂര്യനും ഒരു ചന്ദ്രനും എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് കാണാണ്. ഉപ്പ പറഞ്ഞു, മോനെ ഈ സ്വപ്നം നീ ആരോടും പറയരുത്, ഇത് ചെറുപ്പത്തിൽ കണ്ട സ്വപ്നമാണ്. ഈ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നതാണ് പിന്നീട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം മുഴുവനും നമ്മൾ കാണുന്നത്. ഖുർആൻ അതിങ്ങനെ തുടക്കം മുതൽ അവസാനം വരെ പറയാണ്. അതിൽ അദ്ദേഹം സഞ്ചരിച്ചു പോയ പല വഴികളുണ്ട്, വലിയ പരീക്ഷണത്തിന്റെ പ്രയാസത്തിന്റെ വഴികൾ. അതിൽ ഒന്നാമത്തേതായിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത പൊട്ടക്കിണറ്റിൽ
ആഴമേറിയ കിണറ്റിൽ അദ്ദേഹത്തെ കൊണ്ടിട്ടു. അദ്ദേഹം മരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരാൾ രക്ഷപ്പെടുത്താനില്ലാത്ത കാട്ടിലാണ് കൊണ്ടിട്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇടുന്ന സമയത്ത് യൂസുഫ് അലൈഹിസ്സലാം എന്തൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകും? ഈ ചെറിയ കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു സഹോദരനെ, അനുജനെ എന്താണ് അവർ ചെയ്തത്? എന്നെ കൊല്ലാൻ വിട്ടുകൊടുത്തിരിക്കുകയാണോ അല്ലേ? എത്ര വലിയ പരീക്ഷണമാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു യാത്രാ സംഘത്തെ കൊണ്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന പരീക്ഷണം എന്താണ്? അവിടെ മാർക്കറ്റിൽ വളരെ നിസാരമായ തുക കൊണ്ട് അദ്ദേഹത്തെ അവർ വിറ്റു എന്നാണ്. അവർക്ക് ആ അടിമയിൽ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. മേടിച്ചത് ആ നാട്ടിലെ രാജാവിന്റെ ദർബാറിലേക്കായിരുന്നു. അവിടെയും എത്തിയപ്പോഴോ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന പരീക്ഷണം എന്താ? തിന്മയുടെ പരീക്ഷണമാണ്. അവിടുത്തെ രാജ്ഞി അദ്ദേഹത്തെ മോശമായ പ്രവൃത്തിയിലേക്ക് വശീകരിക്കുകയാണ്. എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങി, തിന്മ ചെയ്യാനുള്ള എല്ലാ അവസരവും വന്നു. അള്ളാഹുവിനെ ഓർത്തു അള്ളാഹുവിനോട് അഭയം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം രക്ഷപ്പെടുകയാണ്. അതും ഒരു പരീക്ഷണമാണ്. അള്ളാഹു നമുക്ക് തരുന്ന ജോലികളിൽ, അള്ളാഹു നമുക്ക് തരുന്ന ബിസിനസ്സിൽ ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ നമുക്ക് തരും. തിന്മ ചെയ്യാനുള്ള അവസരങ്ങൾ തരും, ഹറാമായി സമ്പാദിക്കാനുള്ള അവസരങ്ങൾ തരും. ആ സമയത്ത് അള്ളാഹുവിനോട് അഭയം ചോദിക്കാനുള്ള ഈമാൻ നമുക്കുണ്ടോ എന്ന് അള്ളാഹു തആല പരീക്ഷിക്കുകയാണ്. യൂസുഫ് അലൈഹിസ്സലാം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് ആ രാജ്ഞി പറയുകയുണ്ടായി, എൻ്റെ ഇംഗിതത്തിന്, എൻ്റെ ആഗ്രഹത്തിന് യൂസുഫ് സമ്മതിക്കുന്നില്ല എങ്കിൽ എന്തിനാണ് സമ്മതിക്കാത്ത? തിന്മ ചെയ്യാൻ, വ്യഭിചരിക്കാൻ. അതിന് സമ്മതിക്കാത്തതിന്റെ പേരിൽ ജയിലിലിടപ്പെടുകയാണ്, നിന്ദ്യനാവുകയാണ്. തിരിച്ച് ആരോപണ വിധേയനാക്കപ്പെട്ട് ജയിലിലിടപ്പെട്ടു. യൂസുഫ് അലൈഹിസ്സലാം പെൺപിടിയനായിട്ട് ജയിലിലിടപ്പെട്ടു. അതൊരു പരീക്ഷണമായിരുന്നു. അങ്ങനെ കുറെ നാളുകൾ ജയിലിൽ കിടന്നു. അവിടെ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുത്ത ആളുകളോട് പറഞ്ഞു, നിങ്ങൾ രാജാവിൻ്റെ അടുക്കൽ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്ന ഒരാളടുത്ത് പറഞ്ഞു, നിങ്ങൾ രാജാവിൻ്റെ അടുക്കൽ പറയുമ്പോൾ ഉസ്കുറുനീ ഇൻദ റബ്ബിക്, നിന്റെ രാജാവിൻ്റെ അടുക്കൽ പോയിട്ട് എന്നെ ഒന്ന് ഓർമ്മിക്കണേ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തണേ എന്ന് പറഞ്ഞു. ശൈത്താൻ ആ സ്വപ്ന വ്യാഖ്യാനം പറയപ്പെട്ട ജയിൽ സുഹൃത്തിന് ശൈത്താൻ മറപ്പിച്ചു കൊടുത്തു. അതും ഒരു പരീക്ഷണമായിരുന്നു. ഇങ്ങനെ പരീക്ഷണങ്ങൾ ഇങ്ങനെ വരികയാണ്. പക്ഷേ ഈ പരീക്ഷണങ്ങളൊക്കെ എവിടേക്കാണ് എത്തപ്പെട്ടത്? വലിയ ഖൈറുകളിലേക്കായിരുന്നു. ഒന്നാമത്തെ ഖൈർ എന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്തു. വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്. ഖുർആൻ യൂസുഫ് നബി അലൈഹി സ്വലാം തന്നെ എടുത്തു പറയുന്നുണ്ട്. രണ്ടാമത്തെ അനുഗ്രഹം എന്തായിരുന്നു? ജയിൽ മോചനം. അതും എങ്ങനെയുള്ള മോചനം? യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ കുറ്റാരോപിതനാണല്ലോ, എന്നെ ശിക്ഷിച്ച കൈമുറിച്ച സ്ത്രീകളോട് നിങ്ങൾ ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. കൈമുറിച്ച സ്ത്രീകളോട് ചോദിച്ചപ്പോൾ തെറ്റുകാരി രാജ്ഞിയാണെന്ന് ബോധ്യപ്പെട്ടു. ആ രാജ്ഞി പറഞ്ഞു, ഞാനാണ് തെറ്റുകാരി, യൂസുഫ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അഭിമാനത്തോടു കൂടി ജയിലിന്റെ പുറത്തേക്ക് വന്നു. അതിനുശേഷമോ ആ രാജ്യത്തെ ഏറ്റവും നല്ല അധികാരം, പവർ അല്ലാഹു തആല കൊടുത്തു. എത്രത്തോളം ഖുർആൻ പറയുന്നുണ്ട്, വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർളി യതബവ്വഉ മിൻഹാ ഹൈസു. ഉദ്ദേശിക്കുന്ന അധികാരത്തിലേക്ക് കയറി ചെല്ലാനും അധികാരം നടത്താനും യൂസുഫ് നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല അധികാരം കൊടുത്തു എന്നാണ്. നാലാമതായി അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരനെ ബിനിയാമിനെ തിരിച്ചു കിട്ടി. അഞ്ചാമതായി തന്നെ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ട ആ സഹോദരന്മാർക്ക് പ്രതികാരം ചെയ്യാനുള്ള അവസരം അല്ലാഹു തആല കൊടുത്തു. ആ സമയത്ത് സഹോദരന്മാരോട് ചോദിക്കുന്നുണ്ട്, ഹൽ അലിംതും മാ ഫഅൽതും, നിങ്ങൾ യൂസുഫിനോടും സഹോദരനോടും ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്, ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന രാജാവ് അത് ഞങ്ങളുടെ സഹോദരനായ യൂസുഫ് ആണെന്ന്. അവർ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങളാണോ യൂസുഫ്? ആ സമയത്ത് യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, അന യൂസുഫ്, ഞാൻ യൂസുഫാണ്, വഹാദ അഖി, ഇതെന്റെ സഹോദരനാണെന്ന് പറയാണ്. എന്നിട്ട് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് എടുത്ത് പറയാണ്. ആറാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല വാപ്പയുടെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു, ആ കാഴ്ച തിരിച്ചു കൊടുത്തു. ഏഴാമതായി ഉപ്പാനെയും സഹോദരങ്ങളെയും അല്ലാഹു തആല തിരിച്ചു കൊടുക്കുകയും ആ വാപ്പാനെ ഏറ്റവും ഉയർന്ന സിംഹാസനത്തിൽ ഇരുത്തുകയും, ആ രംഗമൊക്കെ ഖുർആൻ പറയുന്നുണ്ട് വളരെ രസകരമായിട്ട്. വറഫഅ അബവൈഹി അൽ അർശ് വഖറൂ ലഹു, അങ്ങനെ സുജൂദ് ചെയ്യുന്ന അവസ്ഥ യൂസുഫ് നബി അലൈഹി സ്വലാം കാണുമ്പോൾ ആ സമയത്ത്
യൂസുഫ് നബി അലൈഹി സ്വലാം ഉപ്പയോട് പറയാണ്, യാ അബത്തി ഹാദാ തഅ്വീലു റുയായ മിൻ ഖബൽ, അന്ന് ചെറുപ്പത്തിൽ കണ്ട സ്വപ്നം ഇന്ന് പുലർന്നിരിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ ചെറുപ്പത്തിൽ അല്ലാഹു തആല നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. അദ്ദേഹത്തിന്റെ നല്ലൊരു ഭാഗം നേരത്തെ സ്വപ്നം കണ്ട കാര്യമാണ്. അത് പിന്നീട് ജീവിതത്തിൽ ഓരോന്നായിട്ട് നടക്കുകയാണ്. അവസാനം ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിലേക്ക് എത്തപ്പെടുകയാണ്. അവിടെ അദ്ദേഹത്തിന് നൽകപ്പെടുന്ന പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് വലിയൊരു ഖൈറിലേക്കുള്ള, ഒരു രാജ്യത്തിന്റെ വലിയൊരു രക്ഷയിലേക്കുള്ള, അഥവാ പട്ടിണി ക്ഷാമത്തിൽ നിന്ന് ആ കാലഘട്ടത്തിലുള്ള പരിസരത്തുള്ള രാജ്യങ്ങളെ പോലും രക്ഷപ്പെടുത്തുന്ന തരത്തിലുള്ള വലിയ ഖൈറിലേക്കായിരുന്നു ആ ജയിലിലിടുന്നതും അതുപോലെ പൊട്ടക്കിണറ്റിലേക്ക് എറിയപ്പെട്ടതൊക്കെ ഒരു കാരണം. അത് യൂസുഫ് നബി അല്ല, ഒരു നാടിന് മുഴുവനും ഖൈറാകുന്ന രീതിയിലുള്ള വലിയ അനുഗ്രഹങ്ങൾക്ക് കാരണമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാം ലഭിക്കാതെ പോയ ആ അനുഗ്രഹങ്ങൾ, വാപ്പയുടെ ലാളന, വാത്സല്യം, അടിമജീവിതം, ഇതൊക്കെ പിന്നീടേക്ക് വലിയൊരു ഖൈറിലേക്കുള്ളതായിരുന്നു എന്നാണ് സൂറ യൂസുഫ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പല പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അല്ലാഹു തആല തരാതിരിക്കുന്നത് തരുന്നതിനേക്കാളും വലിയ അനുഗ്രഹമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അല്ലാഹു നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങൾക്കും അത് തന്ന അനുഗ്രഹമാകട്ടെ, നാം ആഗ്രഹിച്ചുകൊണ്ട് ലഭിക്കാതെ പോയതുമാകട്ടെ, അതൊക്കെ അനുഗ്രഹങ്ങളായി മനസ്സിലാക്കി നന്ദി കാണിക്കുന്ന അടിമകളിൽ